ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ് വന്നത്. വെള്ളപ്പവും മുട്ടക്കറിയും. ഈ വെള്ളപ്പത്തിൽ ഞാൻ തേങ്ങയും ചോറും ഈസ്റ്റും ഒന്നും ചേർക്കുന്നില്ല. അല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെള്ളപ്പമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെള്ളയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തത്. ഇതൊരു 6 മണിക്കൂറോളം കുതിർത്ത് കഴുകിയെടുത്തതാണ്. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും അരി കുതിർത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അവിലാണ്. ഇതൊരു 3/4 ഗ്ലാസ് ഞാൻ നന്നായി കഴുകി കുതിർത്ത് വെച്ചതാണ്, ഒരു 15 മിനിറ്റോളം. അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് തേങ്ങാവെള്ളമാണ്. ഇത് പുളിച്ച തേങ്ങാവെള്ളമാണ്. അതൊരു 1/4 ഗ്ലാസ് ഉണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് വേണ്ട വെള്ളം കൂടി, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് മഷി പോലെ അരച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ തേങ്ങാവെള്ളം കൂടുതലുണ്ടെങ്കിൽ അത് മാത്രം മതി, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അരി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ അരപ്പിൻ്റെ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരിക്കലും കൂടി പോകരുത്. ഇനി ഈ മാവ് ഒരു 12 മണിക്കൂറോളം പുളിക്കാൻ വെക്കണം. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും പുളിക്കാൻ വെക്കണം. ഇത് സന്ധ്യയ്ക്ക് ഒരു 6 മണി സമയത്താണ് അരച്ച് വയ്ക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നാളെ രാവിലെ ഇത് ഉണ്ടാക്കുന്ന സമയത്തേ ഉപ്പ് ചേർത്ത് കൊടുക്കുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഇപ്പോൾ രാവിലെ 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഈ മാവ് ഒന്ന് എടുത്തു നോക്കി. അത്യാവശ്യം പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത്, ആവശ്യത്തിന് മാത്രമേ ഉപ്പിട്ട് കൊടുക്കാവൂ. ഒരുപാട് ഉപ്പ് കൂടിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് വെള്ളപ്പം ഒന്ന് ചുട്ട് നോക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വെള്ളപ്പം ചുട്ടെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് ഇത് മാറ്റാം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മുരിയിച്ചെടുക്കണമെങ്കിൽ മുരിയിച്ചെടുക്കാം. എല്ലാ വെള്ളപ്പവും ഇതുപോലെ തന്നെയാണ് ചുട്ടെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 2-3 വെള്ളപ്പം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു മുട്ടക്കറി കൂടി ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങ അരച്ചൊഴിച്ച മുട്ടക്കറിയാണിത്. അതിനായി ചൂടായ ഒരു പാൻ വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില. ഇനി ഇതിലേക്ക് കൂടെ തന്നെ 2-3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത്, ചതച്ച് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. സവാള നന്നായി കളറെല്ലാം മാറി വരുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഒരു തക്കാളി, ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തത്, അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 പിടി തേങ്ങ നന്നായി ഒന്ന് അരച്ചെടുത്തതാണ്. അരപ്പിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ തിക്കായിട്ട് ഉള്ള ഗ്രേവി ആയിരിക്കും. ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് തിക്കായ ഗ്രേവിയോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ഉള്ളി വാട്ടുമ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ.
ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തത്. അത് പുഴുങ്ങി ചെറുതായി കത്തി കൊണ്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. മസാലയെല്ലാം ഉള്ളിൽ പിടിക്കുന്നതിന് വേണ്ടിയാണിത്. ഇനി ഇത് ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മുട്ടക്കറി അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി, പൊറോട്ട എന്നിവയുടെ കൂടെ കഴിക്കാനും നല്ലൊരു കറിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നുണ്ടാക്കിയ വെള്ളപ്പവും മുട്ടക്കറിയും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.